ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കും. നമ്മളിന്ന് ഉണ്ടാക്കുന്നൊരു പനീർ ബട്ടറാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ വേണം. അതായത് സവാള വേണം, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും. പിന്നെ ഇത് ഫ്രോസൺ പനീറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്രോസൺ നമുക്ക് കടകളൊക്കെ അവൈലബിൾ ആണ്, അത് വാങ്ങുക. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് തക്കാളിയാണ്, സവാള, വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക. ഒരു പാൻ ചൂടാക്കി അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിന് ശേഷം നമ്മൾ ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഇളക്കി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി വഴറ്റിയെടുക്കുക. ബട്ടറിനകത്ത് ഇത് വേണമെങ്കിൽ വഴറ്റിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ള. ബട്ടർ വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. നമ്മൾ അല്ലാതെ എക്സ്ട്രാ ബട്ടർ ചേർക്കും. പിന്നെ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഓയിൽ ഉപയോഗിച്ചത്. ഓയിലാണ് നമ്മൾ ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത് ഈ സവാളയെല്ലാം വഴറ്റിയെടുക്കേണ്ടത്. ഒരു വിധം വഴറ്റി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടികളാണ്. അധികം പൊടികളൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ ഗരം മസാല, ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത്. ഇതെല്ലാം ഈ 3-4 പൊടികളും കൂടെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിനകത്തോട്ട് തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. എല്ലാ പൊടികളും ചേർത്ത് ഒന്ന് ആ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ ഇനി തക്കാളി ചേർത്തിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിനകത്ത് അരച്ച് പേസ്റ്റൊക്കെ എടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ അതിനകത്ത് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചെടുക്കണം. കാരണം ഈ ഗ്രാമ്പൂൻ്റെയും പട്ടയുടെ ഒക്കെ അതിനകത്ത് കടിക്കാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ചൂടാറുമ്പോൾ അരച്ചെടുക്കുക. അതിനകത്ത് ശേഷം ഒരു വേറൊരു പാൻ വയ്ക്കുക. അതിനകത്തോട്ട് ഒരു കഷ്ണം ബട്ടർ ഇടുക. ഈ ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമ്മൾ ചേർക്കാൻ പോകുന്നത് കുനുകുനെ അരിഞ്ഞിട്ടുള്ള സവാളയാണ്. കുഞ്ഞൊരു സവാളയുടെ പകുതിയേ ഉള്ളൂ. അത് ചേർത്തിട്ട് ആ ബട്ടറിനകത്ത് അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരു ശകലം ഉപ്പും കൂടി ചേർക്കാം. ഇത് സാൾട്ട് ഇല്ലാത്ത ബട്ടറാണ്. അപ്പോൾ അതിനകത്ത് ഒരു ശകലം ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തേക്കാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല അരച്ചത് ചേർക്കാൻ പോകുന്നത്. ആ മസാല അരച്ചത് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ നമുക്ക് പനീറും ചേർത്തിട്ട് എടുക്കാവുന്നതാണ്. ഇതാ ഏകദേശം സവാള സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പേസ്റ്റാണ്. അതിനൊപ്പം തന്നെ നമ്മളിപ്പോൾ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ കാശ്മീരി ചേർത്തിട്ടുണ്ട്, എന്നാൽ കൂടി ഇച്ചിരി കളറാകാൻ വേണ്ടിയിട്ട് ഇച്ചിരി കൂടി ചേർക്കുക. ഒരു 1/4 സ്പൂണ് ചേർത്താൽ മതി. അതുകൊണ്ട് ചേർത്ത് ഒന്ന് സോട്ടായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് അരച്ച് വെച്ചിട്ടുള്ള ആ മസാല ചേർത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് എക്സ്ട്രാ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് കസ്തൂരി മേത്തി ചേർക്കുന്നുണ്ട്. ഇതിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് പോരായ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഉപ്പ് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കുക. എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇനി എടുത്ത് വെച്ചിട്ടുള്ള പനീർ ചേർക്കണം. അതിന് മുന്നേ കസ്തൂരി മേത്തി കുറച്ച് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കസ്തൂരി മെത്തെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മുടെ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. നമ്മൾ പനീർ ചേർത്ത് നമ്മുടെ ഫ്രോസൺ പനീർ ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ചെറിയ തീയിൽ. അപ്പോഴേക്കും നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വെന്ത് വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യണം. നേരത്തെ ഇതിനകത്തോട്ട് വേണമെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കാം. ഇപ്പം ഞാൻ കുറച്ച് ശകലം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതൊരു ടേസ്റ്റ് ഫാക്ടറാണ്. താല്പര്യത്തവർക്ക് ചേർക്കേണ്ട, എല്ലാത്തവർക്ക് ചേർക്കാം. അതാ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കണം. വളരെ ഈസിയുള്ള റെസിപ്പിയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സപ്പോർട്ട് ചെയ്യണം. Bye.